ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. പലപ്പോഴും ആൾക്കാർ ഡോക്ടർമാരെ കണ്ട് ചോദിക്കാറുണ്ട്, ഡോക്ടറെ എനിക്ക് 30 വയസ്സ് കഴിഞ്ഞു അല്ലെങ്കിൽ 40 വയസ്സായി, ഞാനിനി എന്തൊക്കെ രക്തപരിശോധനകളാണ് നടത്തേണ്ടത്? പലരും ചെയ്യുന്ന എന്താണ്, ഹോസ്പിറ്റലുകളിൽ പോയിട്ട് എക്സിക്യൂട്ടീവ് ചെക്കപ്പ് എന്ന് പറയും ചെയ്യും. ആവശ്യമുള്ളതും ആവശ്യതും ഇല്ലാത്തതുമായിട്ടുള്ള നിറയെ ടെസ്റ്റുകൾ ചെയ്യുകയും ചെയ്യും. ഇതൊക്കെ വേണ്ടതാണോ വേണ്ടാത്തതാണോ, ഇതിനകത്തൊക്കെ ചെറിയ വേരിയേഷൻ കാണുന്നുണ്ടെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ള കൺഫ്യൂഷനാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള എക്സിക്യൂട്ടീവ് ചെക്കപ്പുകളും കൊണ്ടായിരിക്കും ഇവർ ഡോക്ടർമാരെ കാണാൻ വരുന്നത്. ഇത് കണ്ടിട്ട് മരുന്ന് എടുക്കണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 30 വയസ്സ് കഴിയുന്ന സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും വർഷാവർഷം നോക്കേണ്ട ഒരു 5 ടെസ്റ്റുകൾ പറഞ്ഞുതരാം. ഈ ടെസ്റ്റുകൾ എപ്പോഴും നോർമലാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമാതിരപ്പെട്ട നോർമലായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അസുഖങ്ങൾ വരത്തില്ല. നമുക്കത് ഒന്ന് പ്രിവെൻറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. ചിലർ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. നമ്മൾ രക്തപരിശോധനയെക്കുറിച്ച് പറയുന്ന സമയത്ത് എന്തിനാണ് ആവശ്യമില്ലാതെ രക്തപരിശോധന നടത്തുന്നത്? രക്തപരിശോധന നടത്തിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കപ്പെടില്ലേ? അതിന് പിന്നെ ജീവിതകാലം മരുന്ന് കഴിക്കേണ്ടി വരില്ലേ? വെറുതെ അനാവശ്യമായിട്ട് ടെൻഷൻ എടുക്കുന്ന എന്തിന് എന്ന് ചോദിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്, നമ്മൾ ഒരു രക്തപരിശോധന ചെയ്യാൻ പറയുന്നത് നിങ്ങളെ രോഗിയാക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും രോഗസാധ്യത ഉണ്ടെങ്കിൽ അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന്, പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടായിരിക്കും പലരും ആശുപത്രിയിൽ പോകുന്നത്. പക്ഷേ ഹാർട്ട് അറ്റാക്ക് ടെൻഡൻസി ഉണ്ടെങ്കിൽ നേരത്തെ അറിഞ്ഞാലോ ജീവിതശൈലി മാറ്റം കൊണ്ട് നമുക്കത് നോർമലാക്കാൻ പറ്റും. നമുക്ക് ഈ പ്രമേഹം വരുന്നത് അല്ലെങ്കിൽ രക്തത്തിൽ ഷുഗർ ലെവൽ കൂടുന്നതിന് എത്രയോ നാളുകൾക്ക് മുമ്പേ അതിൻ്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ആ സമയം തന്നെ ആഹാരം നിയന്ത്രിച്ച് വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹം എന്ന് പറയുന്ന ടെൻഡൻസി തന്നെ ഒഴിവാക്കാൻ സാധിക്കും. ഇങ്ങനെ പല തരത്തിൽ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുന്നതിന് രക്തപരിശോധന നല്ലതാണ്. എന്നല്ലാതെ രക്തപരിശോധന നോക്കി എന്തെങ്കിലും കുഴപ്പം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ജീവിതകാലം മരുന്ന് കഴിക്കുമെന്ന് ഒരു ഡോക്ടർമാരും പറയാറില്ല. അങ്ങനെ ഏതെങ്കിലും ഡോക്ടർമാർ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കുകയും വേണ്ട. അതുകൊണ്ട് തന്നെ 30 വയസ്സ് കഴിഞ്ഞവർ സാധാരണ ചെയ്യേണ്ട 5 സിമ്പിൾ ടെസ്റ്റുകൾ പറഞ്ഞുതരാം. ഈ ടെസ്റ്റുകൾ നോർമലാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. ഒന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റാണ്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നിങ്ങൾക്കറിയാം, അതിനകത്ത് ബിൽറൂബിൻ ലെവലുണ്ട്. അതേപോലെ അത് നോക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കരളിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട്, അതിനകത്തുള്ള ഈ പിത്തരസത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടി അതിനകത്ത് ബിൽറൂബിൻ ഉണ്ടാവും. SGOT SGPT പോലുള്ള ടെസ്റ്റുകളുണ്ടാവും. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാലുള്ള ഗുണം എന്തെന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ പണ്ട് കാലം പോലല്ല, നമ്മളിന്നിപ്പോൾ ജീവിത രീതി എന്ന് പറയുന്ന കൂടുതലും ഫാസ്റ്റ് ഫുഡുകൾ കഴിച്ച് ജീവിതത്തിൽ അമിതമായിട്ട് ടെൻഷനുള്ള, ഉറക്കം കുറഞ്ഞ ഒരു ജീവിത രീതിയാണ്. അതുകൊണ്ട് തന്നെ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത്, പ്രത്യേകിച്ച് കരളിനകത്ത് ഫംഗ്ഷനിൽ വ്യത്യാസം വരുന്നുണ്ടോ, ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം വരുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ സാധിക്കും. SGOT SGPT ലെവലുകൾ നോർമലാണോ എന്ന് പരിശോധിച്ചാൽ തന്നെ നമുക്ക് ഒരുമാതിരിപ്പെട്ട ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ ചെറുക്കാനായിട്ട് സാധിക്കും. ഇത് നോക്കുമ്പോൾ അതോടൊപ്പം തന്നെ GGT എന്ന ടെസ്റ്റും കൂടി നോക്കുക. GGT എന്ന് പറഞ്ഞാൽ ഗാമ ഗ്ലൂട്ടാമൈൽ ട്രാൻസ്ഫറൈസ് എന്നാണ് പറയുന്നത്. ഈ GGT ടെസ്റ്റിൻ്റെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ, അത് ഈ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. നമ്മുടെ കരളിനകത്ത് ഒന്ന് പിത്തരസത്തിൻ്റെ ക്വാളിറ്റി നല്ലതാണോ എന്ന് തിരിച്ചറിയുന്നതിന്, രണ്ടാമത് ഈ പിത്തരസം പോകുന്ന ട്രാക്കിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ പിത്താശയത്തിൽ കല്ലുണ്ട്, അല്ലെങ്കിൽ അതെന്തെങ്കിലും ബ്ലോക്ക് ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം GGT ടെസ്റ്റിൽ അറിയാൻ പറ്റും. ഇങ്ങനെ ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും GGTയും കൂടി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് HbA1c എന്നാണ്. മിക്കവാറും പേർക്ക് ഇന്ന് HbA1c അറിയാം. HbA1c എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഷുഗറിൻ്റെ അളവാണ്. പലപ്പോഴും നിങ്ങൾക്ക് പ്രമേഹ രോഗമുണ്ടോ അല്ലെങ്കിൽ പ്രമേഹ രോഗ സാധ്യതയുണ്ടോ എന്ന് അറിയാൻ 90% ആൾക്കാർ ചെയ്യുന്നത് രാവിലെ വെറും വയറ്റിൽ നമ്മുടെ രക്തത്തിലുള്ള ഷുഗറിൻ്റെ ലെവൽ നോക്കും. അത് നോർമലാണെങ്കിൽ ഓക്കെ, നിങ്ങൾ പ്രമേഹ രോഗി അല്ല എന്നുള്ളതാണ് പൊതുവെയുള്ള വിശ്വാസം. എന്നാൽ അതിനേക്കാളായിട്ട് നമുക്ക് HbA1c എന്ന് പറയുന്ന ടെസ്റ്റിലാണ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പം നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ പോലും രാത്രി ആഹാരം വളരെ കുറച്ച് കഴിച്ചാലോ അല്ലെങ്കിൽ രാത്രി പട്ടിണി കിടന്നാലോ രാവിലെ നോക്കുന്ന ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ താരതമ്യേന ഒരല്പം നോർമലിൻ്റെ അടുത്തോ കാണിക്കും. അത് കണ്ടിട്ട് ഓക്കെ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ പ്രമേഹ രോഗിയല്ല എന്ന് സ്വയം വിശ്വസിക്കുന്നതിനേക്കാൾ HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 മാസത്തെ ആവറേജ് ഷുഗർ ലെവൽ റിപ്പോർട്ട് നിങ്ങൾക്കറിയാൻ പറ്റും. ഇതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്രമേഹ രോഗിയാണോ ഇല്ലെങ്കിൽ പ്രമേഹ രോഗ സാധ്യതയുണ്ടോ, പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് HbA1cയിൽ അറിയാൻ പറ്റും. ചിലവും കുറവാണ്. ഈ ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 5.5നും 6.5നും ഇടയിലേക്കാണ് HbA1c വരുന്നതെങ്കിൽ ശ്രദ്ധിക്കണം, ആഹാരം നിയന്ത്രിക്കണം, വ്യായാമം ചെയ്യണം എന്നാണ് അർത്ഥം. 6.5ന് മുകളിൽ 7ന് താഴെയാണെന്നുണ്ടെങ്കിൽ പ്രമേഹ രോഗത്തിലേക്ക് നിങ്ങൾ എത്തുന്നു. വളരെ കർക്കശമായി പ്രമേഹം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണക്രമവും ലൈഫ് സ്റ്റൈലും വ്യായാമവും ഒക്കെ ചെയ്യണം എന്നാണ് അർത്ഥം. എന്നാൽ 7ന് മുകളിലാണെങ്കിൽ പ്രമേഹ രോഗിയാണ്, മരുന്നുകളും ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും വേണം എന്നാണ് അർത്ഥം. ഈ ലെവലിൽ വളരെ കൃത്യമായിട്ട് HbA1cയിൽ അറിയാൻ പറ്റും
അല്ലാതെ വെറും വയറ്റിലുള്ള ഷുഗറും മാത്രം നോക്കിയിട്ട് വലിയ കാര്യമില്ല. ഇനി മൂന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ലിപ്പിഡ് പ്രൊഫൈലാണ്. കൊളസ്ട്രോൾ പരിശോധന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് വെറും വയറ്റിൽ നോക്കിയാലുള്ള ഗുണം നിങ്ങൾക്ക് ടോട്ടൽ കൊളസ്ട്രോൾ എത്ര, രക്തത്തിൽ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന കൊളസ്ട്രോളിൻ്റെ അളവ് എത്ര, നിങ്ങൾക്ക് ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് എത്ര, ഗുഡ് കൊളസ്ട്രോൾ ആവശ്യത്തിന് നിങ്ങൾക്ക് രക്തത്തിലുണ്ടോ എന്നുള്ളത് അറിയാം എന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ലിപ്പിഡ് പ്രൊഫൈലിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ അപ്പോലിപ്പോപ്രോട്ടീൻ ബി എന്ന ടെസ്റ്റും കൂടി ചെയ്യുക. ഈ അപ്പോലിപ്പോപ്രോട്ടീൻ ബി എന്ന് പറയുന്നത് താരതമ്യേന പുതിയൊരു ടെസ്റ്റാണ്, പലരും വലുതായിട്ട് കേട്ടിട്ടില്ല. എന്നാൽ ഈ ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രക്തത്തിൽ കൊളസ്ട്രോൾ ഉള്ളത് മാത്രമല്ല, ഈ കൊളസ്ട്രോൾ കണികകൾ നമ്മുടെ രക്തക്കുഴലിനകത്ത് താരതമ്യേന ബ്ലോക്ക് ടെൻഡൻസി ഉണ്ടാക്കുന്നുണ്ടോ, അതായത് രക്തക്കുഴലിനകത്ത് ചെറിയ ഈ കൊഴുപ്പ് കണികകൾ വന്ന് അടിഞ്ഞുകൂടി അവിടെ ഇത് ചെറുതായിട്ട് വലുതാകുന്നതാണ് നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്. എന്നാൽ രക്തത്തിൽ ഇത്തരത്തിൽ ഈ ക്ലോട്ട് ടെൻഡൻസി ഉണ്ടോ, വന്നിങ്ങനെ അടിഞ്ഞുകൂടുന്നുണ്ടോ എന്നുള്ള പ്ലേക്ക് ടെൻഡൻസി കൃത്യമായിട്ട് അറിയുന്നതിന് നമുക്ക് ഈ അപ്പോലിപ്പോപ്രോട്ടീൻ ബി എന്ന് പറയുന്ന ടെസ്റ്റ് നോക്കിയാൽ മതി. ഈ ലെവല് ഈ അപ്പോലിപ്പോപ്രോട്ടീൻ ബി താരതമ്യേന ഒരു അല്പം കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്ലോക്ക് ടെൻഡൻസി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി കൃത്യമായിട്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും എല്ലാം വരുത്തിക്കഴിഞ്ഞാൽ നമുക്കിതിനെ കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും നമുക്ക് വലിയൊരളവ് വരെ ചെറുക്കാനും സാധിക്കും. അതാണ് ഈ ടെസ്റ്റിൻ്റെ പ്രത്യേകത. ഞാൻ ഈ പറഞ്ഞ 3 ടെസ്റ്റുകളാണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഇനി അടുത്തത് വൈറ്റമിൻ ഡി ടെസ്റ്റാണ്. ഇന്ന് വൈറ്റമിൻ ഡിയുടെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന്, നമ്മളുടെ എല്ലുകളുടെ ആരോഗ്യത്തിന്, എല്ലുകളുടെ ഉറപ്പ് നിലനിർത്തുന്നതിന് ഇത് വേണമെന്നുള്ളത് മാത്രമല്ല, മിക്കവാറും പേർക്ക് അറിയാം നമ്മുടെ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുന്നതിന്, നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന്, ഉറക്കം ശരിയായിട്ട് നിലനിർത്തുന്നതിന്, ടെൻഷൻ കുറയ്ക്കുന്നതിന്, സ്ട്രെസ്സ് കുറയ്ക്കുന്നതിന്, കരളിൻ്റെ ആരോഗ്യത്തിന്, ശരീരത്തിനകത്തുള്ള നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനെല്ലാം വൈറ്റമിൻ ഡി ആവശ്യമാണ്. നമ്മൾ ആർക്ക് പരിശോധിച്ചിരുന്നാലും ഇന്ന് വൈറ്റമിൻ ഡി കുറയുന്ന ഒരവസ്ഥയുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം ഒന്ന്, ആവശ്യത്തിന് വെയിൽ നമ്മൾ കൊള്ളുന്നില്ല എന്നുള്ള ഒരു സത്യാവസ്ഥയാണ്. രണ്ടാമത്തെ പ്രോബ്ലം, വൈറ്റമിൻ ഡി ഉണ്ടെങ്കിലും നമ്മുടെ കരളിന് ഇതിനെ സൂക്ഷിച്ച് വയ്ക്കാനുള്ള ശേഷി ക്രമേണ കുറയുന്നു എന്നുള്ളതും ഇന്ന് വൈറ്റമിൻ ഡി കുറഞ്ഞ് ഒരുപാട് പേര് കാണുന്നത് കാരണമാണ്. വൈറ്റമിൻ ഡി കുറവാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ ആവശ്യത്തിന് വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുക്കുന്നത് നന്നായിരിക്കും. കാരണം സ്വന്തമായിട്ട് ഒരിക്കലും വൈറ്റമിൻ ഡി വാങ്ങി കഴിക്കരുത്. അതൊരു ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആയതുകൊണ്ട് തന്നെ അളവ് കൂടിപ്പോകാതെ ആ ഡോസ് കറക്റ്റായിട്ട് നിയന്ത്രിച്ച് വേണം കഴിക്കാനായിട്ട്. ഇനി അഞ്ചാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ B12 ടെസ്റ്റാണ്. വൈറ്റമിൻ B12 എല്ലാവർക്കും അങ്ങനെ വ്യത്യാസം വരാറില്ല. പ്രത്യേകിച്ച് നോൺ വെജ് ഭക്ഷണം കഴിക്കാത്തവരും ഗ്യാസിൻ്റെ ഗുളികയൊക്കെ പതിവായിട്ട് ഇപ്പം നിങ്ങൾക്കിപ്പം റാനിറ്റിഡിൻ, ഒമിപ്രസോൾ, സോംപ്രസ് പോലുള്ള അല്ലെങ്കിൽ പാൻഡോപ്രസോൾ പോലുള്ള ഗ്യാസിൻ്റെ മരുന്നുകളൊക്കെ പതിവായിട്ട് കഴിക്കുന്നവരിലും എല്ലാം തന്നെ B12 കുറയാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് പതിവായിട്ട് ശരീരം വേദനയുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻറ്റ് പെയിൻ ഉണ്ടെങ്കിലോ അമിതമായിട്ട് ക്ഷീണം ഉണ്ടെങ്കിലോ സ്കിന്നിൻ്റെ ആരോഗ്യം കുറയുകയാണെങ്കിലോ വൈറ്റമിൻ B12 കുറവാണോ എന്ന് സംശയിക്കണം. പലപ്പോഴും ഇത്തരത്തിൽ കുറവ് ഒരുപാട് കാലം കഴിഞ്ഞിട്ടായിരിക്കും അറിയുന്നത്. ശരീരത്തിന് പലവിധ അസുഖങ്ങളായിട്ട് പലരെയും കാണുന്ന സമയത്ത് ഇത് വൈറ്റമിൻ ഡിയുടെ കുറവാണെന്ന് ആരും ഒട്ട് അറിയാറുമില്ല. നോൺ വെജ് ഭക്ഷണം നിങ്ങൾ കഴിക്കാറില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ നോക്കുന്ന ടെസ്റ്റുകളുടെ കൂട്ടത്തിൽ വൈറ്റമിൻ B12 കൂടി ഒന്ന് പരിശോധിച്ചിരിക്കുന്നത് നല്ലതാണ്. ഞാൻ ഈ പറഞ്ഞ ടെസ്റ്റുകളാണ് 30 വയസ്സ് കഴിഞ്ഞവർക്ക് സാധാരണഗതിയിൽ നോക്കേണ്ടത്. ഇനി 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ നോക്കേണ്ട അഡീഷണൽ 2 ടെസ്റ്റ് കൂടി പറഞ്ഞുതരാം. ഒന്ന് ബ്ലഡ് റൊട്ടീൻ, നമ്മുടെ ഹീമോഗ്ലോബിൻ, TC, DC, ESR ലെവലൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കിയിരിക്കുക. സ്ത്രീകൾ എന്തുകൊണ്ടാണ് ഹീമോഗ്ലോബിൻ ലെവൽ അവർക്ക് നോക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, പീരീഡ്സ് ഒക്കെ കറക്റ്റാக ആകുന്ന സമയത്ത്, ബ്ലീഡിങ് അല്പം കൂടുന്ന സമയത്തോ സ്ത്രീകൾക്ക് വിളർച്ച വരാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് വിളർച്ച വന്നു കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി കുറയുന്നത് തുടങ്ങിയിട്ട് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പലപ്പോഴും ഇത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് ഹീമോഗ്ലോബിൻ കുറയുന്ന വിളർച്ച വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്നത്. നോൺ വെജ് ഭക്ഷണം കഴിക്കാത്തവരും കൂടെ ആണെങ്കിൽ ഇത് വരാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾ പുരുഷന്മാരെ അപേക്ഷിച്ച് ഹീമോഗ്ലോബിൻ ലെവൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും പരിശോധിച്ചിരിക്കണമെന്ന് പറയുന്നത്. അടുത്തത് തൈറോയ്ഡ് ഹോർമോൺ ടെസ്റ്റാണ്. TSH ആണ് ഏറ്റവും പ്രധാനമായിട്ട് സ്ത്രീകൾ വർഷത്തിലൊരിക്കൽ പരിശോധിച്ചിരിക്കേണ്ട ടെസ്റ്റ്. കാരണം പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് തൈറോയ്ഡ് ഹോർമോണിന് വേരിയേഷൻ വരാനുള്ള സാധ്യത വളരെയേറെയാണ്. അതും വർഷത്തിലൊരിക്കൽ പരിശോധിച്ചിരിക്കണം. ഞാൻ ഈ പറഞ്ഞ ടെസ്റ്റുകളുടെ ഈ ഒരു വിവരം നിങ്ങൾ എല്ലാ മലയാളികളുടെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആവശ്യമില്ലാതെ ലാബിൽ പോയിട്ട് കൂടുതൽ ടെസ്റ്റുകൾ, ഫാമിലി പാക്കുകൾ അല്ലെങ്കിൽ ഹെൽത്ത് ചെക്കപ്പുകൾ, ഫാമിലി ചെക്കപ്പ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമൊന്നും തൽക്കാലമില്ല. 30 വയസ്സ് കഴിഞ്ഞവർ ഞാൻ ഈ പറയുന്ന ടെസ്റ്റുകൾ ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും രോഗാവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ പറയുന്ന അനുസരിച്ചുള്ള ടെസ്റ്റുകൾ കൂടി അഡീഷണൽ ചെയ്ത് കൊടുക്കുക. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.